ഹീലിംഗ് ടച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പോട്ട ധന്യ മിഷൻ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ റെജു വർഗീസ് കല്ലേലിയാണ്. ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മനുഷ്യജീവൻ ആരംഭിക്കുന്നത് ഗർഭധാരണ നിമിഷം മുതലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഗർഭകാലഘട്ടം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത് അമ്മയ്ക്ക് എന്തൊക്കെയാണ് പ്രത്യേകമായി കുഞ്ഞിന് വേണ്ടി ശ്രദ്ധിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് തന്നെ അമ്മയും അപ്പനും പ്രാർത്ഥനാപൂർവമായ ഒരുക്കം ആരംഭിക്കണം. മാതാപിതാക്കൾ ബോധപൂർവം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവകരങ്ങളിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് അത്യാവശ്യമാണ്. കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് ഗർഭം ധരിക്കുന്നതിനും 3 മാസം മുൻപ് തന്നെ ഫോളിക് ആസിഡ് ഗുളികകൾ അമ്മമാർ കഴിച്ചു തുടങ്ങണം. ഗർഭശിശുക്കൾക്കുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അതായത് തലച്ചോറിനും അതുപോലെ സ്പൈനൽ കോഡിനും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. അതുപോലെ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, മുറിച്ചുണ്ട്, മുറി അണ്ണാക്ക്, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് ഫോളിക് ആസിഡ് ഗുളിക ഗർഭം ധരിക്കുന്നതിനും 3 മാസം മുൻപ് മുതൽ തന്നെ കഴിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു ഒബ്സ്റ്റട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും 3 മാസത്തിന് ശേഷം അയൺ കാൽഷ്യം ഗുളികകൾ അമ്മയ്ക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. അതുപോലെ സമീകൃതമായിട്ടുള്ള ആഹാരം, അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടിയുള്ള വ്യായാമ മുറകൾ, നന്നായി വെള്ളം കുടിക്കൽ, ഇതൊക്കെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ ജനനത്തിന് അത്യാവശ്യമാണ്. 2.5 കിലോ എങ്കിലും തൂക്കമുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർ പ്രസവിക്കണം. അതിന് വേണ്ടുന്ന ഒരുക്കം അമ്മമാർ ഗർഭകാലഘട്ടത്തിൽ തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഖപ്രസവത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരുക്കങ്ങളും മറ്റ് എക്സസൈസുകളും. സാധാരണ ഹോസ്പിറ്റലുകളിൽ കണ്ടുവരുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉടുപ്പ് മേടിക്കാനായിട്ട് ഓടിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ സാധാരണ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുഞ്ഞിൻ്റെ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ആദ്യത്തെ ഗർഭത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ അമ്മയ്ക്ക് തുണികളെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് നാപ്പിയൊക്കെ മടക്കി ഒരുക്കി വയ്ക്കാവുന്നതാണ്. ആശുപത്രിയിലേക്ക് ഡെലിവറിക്ക് വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഈ വസ്ത്രം നേരത്തെ തന്നെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടം സംഭവിക്കുമെന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ, ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ നടത്തി ഈ കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ട് കുടുംബം മുഴുവൻ, അമ്മയും അപ്പനും മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവരും നേരത്തെ തന്നെ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസവത്തിൻ്റെ സമയത്ത് എന്തെല്ലാം പ്രത്യേകമായ പരിചരണമാണ് കുഞ്ഞിന് നൽകാനുള്ളത്? ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ച് വീഴുമ്പോൾ സാധാരണ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കുഞ്ഞ് ഈ ലോകത്തിലേക്ക്, തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലേക്ക് ജനിച്ച് വീഴുകയാണ്. അപ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പരിചരണം, ന്യൂബോൺ കെയർ, ഇമ്മീഡിയറ്റ് ന്യൂബോൺ കെയർ കൊടുക്കുക എന്നുള്ളത് ഒരു പീഡിയാട്രീഷ്യൻ്റെയും ഒരു നഴ്സിൻ്റെയും, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിൻ്റെയും കടമയാണ്. കാരണം കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 90% കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. കുഞ്ഞിൻ്റെ ശ്വാസകോശം വികസിക്കുന്നത് കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിലിൻ്റെ സമയത്താണ്. ഈ പ്രക്രിയ ചിലപ്പോൾ 10% താഴെ കുട്ടികൾക്ക് ഈ പ്രക്രിയ നടക്കാതെ വരും, അതായത് കുട്ടികൾ കരയാതെ വരും. അങ്ങനെയുള്ള സമയത്ത് ഈ കുഞ്ഞിന് നോർമലായിട്ടുള്ള ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിന് ന്യൂനേറ്റൽ റെസിസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. കുഞ്ഞിന് സക്ഷൻ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഓക്സിജൻ കൊടുക്കേണ്ടി വരും, സ്റ്റിമുലേഷൻ ചെയ്യേണ്ടി വരും. വേണ്ടി വന്നാൽ ബാഗ് ആൻഡ് മാസ്ക് ഉപയോഗിച്ച് കുഞ്ഞിന് വെന്റിലേഷൻ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീത്തിങ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പരിശീലനം ലഭിച്ച ഒരു ഡോക്ടറിൻ്റെയോ നഴ്സിൻ്റെയോ ഒരു കടമയാണ് ഈ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ന്യൂബോൺ കെയർ കൊടുക്കുക എന്നുള്ളത്. ഇത് വഴി നമുക്ക് കുഞ്ഞുങ്ങളുടെ മരണനിരക്ക്, ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇന്ത്യയിൽ 47 ആണെങ്കിൽ അത് IMR 47 ആണെങ്കിൽ കേരളത്തിൽ അത് 12 മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ ന്യൂബോൺ കെയർ വളരെ നന്നായിട്ട് നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ അത് 10ൻ്റെ താഴെ സിംഗിൾ ഡിജിറ്റ് IMRലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് നമ്മുടെ ഭാരത സർക്കാരും ശിശുരോഗ വിദഗ്ധന്മാരുടെ ഇന്ത്യയിലെ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ചേർന്ന് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയാണ് NSSK, അതായത് നവജാത ശിശു സുരക്ഷാ കാര്യക്രമം. ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ധാരാളം ആയിരക്കണക്കിന് ഡോക്ടേഴ്സിനും നഴ്സസിനും പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തിനും അതുപോലെ തന്നെയുള്ള പിന്നീടുള്ള വളർച്ചയ്ക്കും വളരെ അത്യന്താപേക്ഷിതമാണ്. ജനനസമയത്ത് കരയാത്ത കുട്ടികൾക്ക് ഭാവിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എത്രയധികം ശ്രദ്ധയോടുകൂടിയാണ് നമ്മളൊരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എന്നാണല്ലോ. അപ്പോൾ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ
നമുക്ക് അമ്മയുടെ മുലപ്പാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ലോകത്തിൽ വെച്ച് കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡാണ് അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത്. ഈ മുലയൂട്ടൽ അമ്മയുടെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് കൊണ്ട് അമ്മയുടെ മുലപ്പാൽ കുടിക്കേണ്ടത് ആദ്യത്തെ മണിക്കൂറുകളിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അത് സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് പാൽ കൊടുക്കാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് കുഞ്ഞിനെ മുലയൂട്ടൽ ആരംഭിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ചൂടുള്ള പാൽ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഫുഡാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെയും അതുപോലെ ശരീരത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത്. ഈ മുലപ്പാൽ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ആദ്യത്തെ 6 മാസം പൂർത്തിയാകുന്നത് വരെ, 4 മാസമല്ല 5 മാസമല്ല, ആദ്യത്തെ 6 മാസം പൂർത്തിയാകുന്നത് വരെ അമ്മയുടെ മുലപ്പാൽ മാത്രമേ കുഞ്ഞിന് നൽകാൻ പാടുള്ളൂ. അതും മറ്റ് വെള്ളമോ ചൂടുവെള്ളമോ മറ്റ് കുറുക്കുകളൊന്നും നേരത്തെ തന്നെ തുടങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ദിവസങ്ങളിൽ അമ്മയ്ക്ക് പാൽ കുറവാവാൻ സാധ്യതയുണ്ട്. അതെല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 72 മണിക്കൂറാവണം അത്യാവശ്യം പാൽ അമ്മയ്ക്ക് ഉണ്ടാവണമെങ്കിൽ. കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ചാണ് അമ്മയ്ക്ക് പാൽ ഉൽപ്പാദനം ആരംഭിക്കുക. 2 സൈഡിൽ മാറി മാറി കുടിക്കുക. അതുപോലെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞിനെ പിടിക്കുന്നതിൻ്റെ പൊസിഷൻ. അമ്മയുടെ ശരീരത്തോട് പരമാവധി ചേർത്ത് പിടിച്ച് കുഞ്ഞിന് മുലയൂട്ടാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കണം. സാധാരണ പീഡിയാട്രീഷ്യൻസ് പ്രസവം കഴിഞ്ഞ് റൗണ്ട്സ് എടുക്കാനായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് പോകുമ്പോൾ അമ്മമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മയ്ക്ക് പാൽ കൊടുക്കുമ്പോൾ അമ്മയുടെ മുലക്കണ്ണിന് വേദനയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യണം. അമ്മയ്ക്ക് പാലൂട്ടുമ്പോൾ വേദനയുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിനെ നന്നായി ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. കുഞ്ഞിൻ്റെ വായ ശരിക്കും തുറന്നിരിക്കണം. കുഞ്ഞിൻ്റെ മൂക്കും താടിയൊക്കെ മുട്ടി അത്രയും ശരീരത്തോട് ചേർത്ത് പിടിച്ച് മുലക്കണ്ണും അതിൻ്റെ മുഴുവൻ മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം മുഴുവൻ കുട്ടിയുടെ വായിലാകുന്ന രീതിയിൽ വേണം കുഞ്ഞിന് പാൽ കൊടുക്കുവാനായിട്ട്. അങ്ങനെ പാൽ കുടിപ്പിക്കുകയാണെങ്കിൽ വേദനയില്ലാതെ അമ്മമാർക്ക് പാൽ കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല 72 മണിക്കൂർ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ആവശ്യമായിട്ടുള്ള പാൽ വന്നിരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ കൊളസ്ട്രോം എന്ന് പറയുന്ന മഞ്ഞ നിറത്തിലെ പാലാണ് സാധാരണ വരിക. ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് അത്രയും പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കും. ഒരാഴ്ചയാകുമ്പോഴേക്കും മാക്സിമം പാൽ വരും. പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് 6 മാസം കുഞ്ഞിന് 6 മാസം ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പാലുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് എല്ലാം 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി എന്ന് തന്നെയാണ് വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നത്. പിന്നെ പാല് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. 20 ഗ്ലാസ് അല്ലെങ്കിൽ 3 ലിറ്ററെങ്കിലും വെള്ളം അമ്മമാർ കുടിക്കണം. കാരണം അമ്മയുടെ മുലപ്പാലിൽ 88% വെള്ളമാണ്. അപ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതുപോലെ അമ്മ ധാരാളമായിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് അമ്മയുടെ ശരീരത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. ഇങ്ങനെ മുലയൂട്ടാനായിട്ട് മടി കാണിക്കുന്ന അമ്മമാർക്ക് പല രോഗങ്ങളും, പ്രത്യേകിച്ച് ബ്രസ്റ്റിൽ പല രോഗങ്ങളും വരുന്നതായിട്ട് വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ കണക്കുകൾ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു, മുലയൂട്ടുന്ന അമ്മമാരുടെ എണ്ണം കുറഞ്ഞു. 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മമാരുടെ എണ്ണം കുറയുമ്പോൾ ലോകത്തിൽ അമ്മമാർക്ക് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1960കളിലും 70കളിലുമാണ് ലോകമെമ്പാടും ഫാമിലി പ്ലാനിങ് ആരംഭിച്ചത്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, മുലയൂട്ടൽ കുറഞ്ഞു, മുലയൂട്ടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, മുലയൂട്ടുന്ന കാലഘട്ടം കുറഞ്ഞു, മുലയൂട്ടൻ മടി കാണിക്കുന്ന അമ്മമാരുടെ എണ്ണം വർദ്ധിച്ചു. എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് 1970 മുതൽ ലോകത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് വർദ്ധിച്ചതായിട്ട് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം തിരുവചനം കോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മരണക്കിടക്കയിൽ തൻ്റെ മകനായ ജോസഫിന് കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിൽ തൻ്റെ പ്രിയപ്പെട്ട മകനായ ജോസഫിന് പൂർവ്വ യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹം ഇപ്രകാരമാണ്: മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം നിനക്കുണ്ടായിരിക്കട്ടെ എന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ബ്ലെസ്സിങ് ഓഫ് ദ വൂംബ് ആൻഡ് ദ ബ്രസ്റ്റ് എന്നാണ്. എന്താണ് ഉദരത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? ധാരാളം കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള അനുഗ്രഹമാണ് ഉദരത്തിൻ്റെ അനുഗ്രഹം. എന്താണ് മാറിടത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? ധാരാളം കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താനുള്ള അനുഗ്രഹമാണ് മാറിടത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ബ്ലെസ്സിങ് ഓഫ് ദ വൂംബ് ആൻഡ് ദ ബ്രസ്റ്റ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെ നോക്കിക്കൊണ്ടൊരു സ്ത്രീ വിളിച്ച് പറഞ്ഞു, ഇതാ നിന്നെ
ധരിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ മരണസംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് മുലയൂട്ടാതെയും ഗർഭം ധരിക്കാതെയും ഭാഗ്യം കെട്ടവരായി മാറുന്ന ഒരു തലമുറയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുലയൂട്ട് എന്ന് പറയുന്നത്. പിന്നെ മുലയൂട്ടുന്ന വഴിയായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലെ ബ്ലീഡിങ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലേക്ക് ചുരുങ്ങുന്നതിനും അത് ഹീലിംഗ് വളരെ വേഗത്തിൽ നടക്കുന്നതിനും അമ്മയുടെ മുലയൂട്ടൽ സഹായകമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായ എവിഡൻസ് നമുക്കുണ്ട്. അതുപോലെ ഈ മുലയൂട്ടലിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഫാമിലിയിൽ നിന്ന്, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന്, കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് അമ്മമാരുടെ ഭാഗത്തു നിന്ന് അമ്മയ്ക്ക് ഉണ്ടായിരിക്കണം. കാരണം സാധാരണഗതിയിൽ കുട്ടികൾ പകൽ കൂടുതൽ ഉറങ്ങുകയും രാത്രി എഴുന്നേറ്റ് പാൽ കുടിക്കുകയാണ് ചെയ്യുക. ആദ്യത്തെ ദിവസങ്ങളിൽ രാത്രി കുട്ടികൾ പാൽ കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അമ്മയുടെ ശരീരത്തിൽ പാലുണ്ടാവാനുള്ള ഹോർമോൺ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാത്രിയിലാണ്. അതുകൊണ്ട് ആദ്യത്തെ മാസങ്ങളിൽ നൈറ്റ് ഫീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാക്സിമം അമ്മയ്ക്ക് പാലുണ്ടാവാനായിട്ട് അത് സഹായകമായി തീരും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 months ചെയ്യുന്ന കുട്ടികൾക്കാണ് ഏറ്റവും അധികം രോഗപ്രതിരോധശേഷി ഉള്ളത് എന്ന് വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നു. അനേകം പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പല അസുഖങ്ങളും, ന്യൂമോണിയ, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ മെനിഞ്ചൈറ്റിസ്, മറ്റ് അസുഖങ്ങളൊക്കെ ഏറ്റവും കുറവ് 6 മാസം മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്കാണെന്ന് പഠനങ്ങൾ, സയൻറ്റിഫിക് എവിഡൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും അവരുടെ IQ ഏറ്റവും കൂടുതലുള്ളത് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കുടിച്ച കുട്ടികൾക്കാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മയ്ക്ക് ആവശ്യത്തിന് പാലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട അത്യാവശ്യമാണ്. കുഞ്ഞിൻ്റെ വെയിറ്റ് വെക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് പാല് ലഭിക്കുന്ന കുട്ടികൾ ദിവസത്തിൽ പല പ്രാവശ്യം 8ഉം 10ഉം പ്രാവശ്യമൊക്കെ മൂത്രമൊഴിക്കും, നന്നായി വയറ്റിൽ നിന്ന് പോവും, അവർ നല്ല സുഖമായിട്ട് അവർ ഉറങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വെയിറ്റ് ഗെയിൻ ആണ്. ഒരു 3 കിലോ, ഉദാഹരണമായിട്ട് 3 കിലോ തൂക്കമുള്ള കുട്ടി ആദ്യത്തെ മാസങ്ങളിൽ ഏകദേശം ഓരോ കിലോ വീതം തൂക്കം വർദ്ധിക്കുന്നു. ഒരു 3 കിലോ ബർത്ത് വെയിറ്റുള്ള കുട്ടിക്ക് 6 മാസം ആകുമ്പോഴേക്കും ഓരോ മാസം 6 കിലോ വെച്ച് 6 കിലോ കൂടുന്നു. അതായത് 3 കിലോ തൂക്കം ഉള്ള കുട്ടിക്ക് 6 മാസം പൂർത്തിയാകുമ്പോൾ ഏകദേശം 9 കിലോ തൂക്കം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആദ്യത്തെ മാസങ്ങളിൽ കുട്ടിക്ക് വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. കുട്ടി ഉറങ്ങുന്നു, മൂത്രമൊഴിക്കുന്നു, പാൽ കുടിക്കുന്നു, പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഇല്ല. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ വെയിറ്റ് വയ്ക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. കാരണം കുട്ടി ഇഴയാൻ തുടങ്ങുന്നു, ഇരിക്കാൻ തുടങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോളം ക്രിട്ടിക്കലായിട്ടുള്ള പീരീഡാണ് ആദ്യത്തെ 6 മാസത്തെ പാലുകൂടി. ഇത് നമ്മൾ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരമായിട്ട് ലോകം മുഴുവൻ ആചരിച്ചു വരുന്നതും ഈ മുലയൂട്ടലിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ ആരോഗ്യത്തിനും കുട്ടിയുടെ ആരോഗ്യത്തിനും സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ മുലയൂട്ടൽ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പൊസിഷൻ എല്ലാം നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ വരുമ്പോൾ തുള്ളി മരുന്ന് കൊടുക്കാൻ ഡോക്ടർ തന്നിട്ടില്ല, അങ്ങാടി മരുന്നുകൾ കൊടുക്കണോ, പച്ചമരുന്നുകൾ കൊടുക്കണോ എന്നുള്ള പല ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഡോക്ടർക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ആദ്യത്തെ മാസങ്ങളിൽ ഒന്നും കുട്ടിക്ക് പ്രത്യേകിച്ച് മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല. അമ്മ വിറ്റാമിൻ, കാൽഷ്യം ഗുളിക, അമ്മ അയൺ ഗുളികകളൊക്കെ അമ്മ കഴിച്ചാൽ മതി. മുലപ്പാലിലൂടെ കുട്ടിക്ക് അത് കിട്ടും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾക്ക് വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ മരുന്ന് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ ആദ്യത്തെ മാസങ്ങളിൽ. മറ്റു മരുന്നുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു റോളുമില്ല. വിറ്റാമിൻ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികളുടെ തൂക്കം വർദ്ധിക്കുകയില്ല. ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ. അമ്മയുടെ പാല് മാത്രം മതി, അതിൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ദൈവം പ്രകൃതിയാൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, തേൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ചൂടുവെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് 90 ആകുമ്പോൾ കുറുക്ക് കൊടുക്കണമെന്നുള്ള സമ്പ്രദായം. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ കുറുക്കുകൾ ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് നല്ല പാലുള്ള വെയിറ്റ് വയ്ക്കുന്ന കുട്ടികൾക്ക് ആവശ്യമില്ലാതെ കുറുക്കുകൾ കൊടുത്തു കഴിഞ്ഞത് പറ്റുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ പാലുകൂടി കുറയും. സക്കിങ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ മിൽക്ക് പ്രൊഡക്ഷൻ കുറയും. അതുവരെ നന്നായി തൂക്കം വെച്ചിരുന്ന കുട്ടി ഈ കുറുക്ക് കൊടുക്കുന്നതോടുകൂടി കുട്ടിയുടെ തൂക്കം അതിൻ്റെ വെയിറ്റ് ഗെയിൻ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മറ്റ് ഒരു വസ്തുക്കളും കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിന് ശേഷം മാത്രമേ, പൂർത്തിയാകുമ്പോൾ മാത്രമേ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നല്ല തൂക്കം വയ്ക്കുന്ന കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ.
എപ്പോഴും മുതലാണ് നവജാത ശിശുവിനെ കുളിപ്പിച്ച് തുടങ്ങാൻ സാധിക്കുന്നത്? പലപ്പോഴും പേഷ്യൻസൊക്കെ പല ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നല്ല തൂക്കമുള്ള കുട്ടികൾ വന്ന് കുളിപ്പിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരം ഇതാണ്: അവിടുന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കുളിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. 24 മണിക്കൂർ ആയ കുഞ്ഞിനെ സാധാരണ രീതിയിൽ കുളിപ്പിക്കാം. സോപ്പും ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കാം, വേണമെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാം, യാതൊരു വിരോധമില്ല. ഇനി കുളിയുടെ കാര്യം പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും എല്ലാ ദിവസവും കുട്ടികളെ കുളിപ്പിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ സമ്പ്രദായം അനുസരിച്ച് പനി വന്നാൽ കുളിപ്പിക്കില്ല, ചുമ വന്നാൽ കുളിപ്പിക്കില്ല, ജലദോഷം വന്നാൽ കുളിപ്പിക്കില്ല, അതുപോലെ പൊന്തുന്ന പനികൾ, ചിക്കൻ ബോക്സ് വന്നാൽ പിന്നെ 10 ദിവസത്തേക്ക് നമ്മൾ കുളിക്കുകയില്ല. ഇതെല്ലാം തെറ്റിദ്ധാരണയുടെ പേരിലാണ്. വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നത് ചിക്കൻ ബോക്സ് പൊന്തുന്നതിന് മുൻപ് തന്നെ അത് പകരാൻ തുടങ്ങിയിട്ടുണ്ട്, കുളിക്കുമ്പോഴല്ല ഈ അസുഖം പകരുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: കുട്ടികളെ എന്ത് അസുഖമുണ്ടെങ്കിലും ഡെയിലി കുളിപ്പിക്കണം. എൻ്റെ വീട്ടിൽ കുട്ടികൾ എല്ലാ ദിവസവും എത്ര വലിയ അസുഖമാണെങ്കിലും എല്ലാ ദിവസവും കുളിപ്പിക്കും, തലയും കുളിപ്പിക്കും. ഈ തല കുളിപ്പിക്കുന്ന കാര്യം വളരെ പേടി ഉള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പേടി കാരണമാണ് വീടുകളിൽ കുളിപ്പിക്കരുത് എന്ന് മുതിർന്നവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ കുളിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ, നമ്മുടെ വായിൽ, ഈ ഏരിയയിലാണ് നമ്മുടെ രോഗാണുക്കളിരിക്കുന്ന സ്ഥലം, ഈ ഏരിയയിലാണ്. പലപ്പോഴും ചിക്കൻ ബോക്സിലായാലും 5-ാം പനിയിലായാലും അസുഖം പകരുന്നത്, വൈറൽ ഡിസീസൊക്കെ പകരുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ചുമ വരുന്നു അല്ലെങ്കിൽ തുമ്മുമ്പോൾ ആ മൂക്കിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന സ്രവങ്ങളിലൂടെയാണ് ഈ രോഗം മറ്റു കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും പകരുന്നത്. അപ്പോൾ ഈ രോഗം വരാതിരിക്കും, വന്ന രോഗം മാറുന്നതിനും അതുപോലെ ഒരു പരിധി വരെ രോഗങ്ങൾ വരാതിരിക്കുന്നു. പ്രത്യേകിച്ച് വൈറൽ ഡിസീസസ്. ബാക്ടീരിയൽ ഡിസീസിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ സാധിക്കും. വൈറൽ ഡിസീസിന് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹൈജീൻ, ക്ലെൻലിനെസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എത്ര വലിയ രോഗമാണെങ്കിലും ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ വരെ രാവിലെ നഴ്സുമാർ തിരിച്ചും മറിച്ചും കിടത്തി രാവിലെ ബാത്ത് കൊടുക്കും, കുളിപ്പിക്കും. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റ്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ വരെ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകളെ വരെ എല്ലാ ദിവസവും കുളിക്കണം, തലയും കുളിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പൊക്കിൾക്കൊടി പോയതിന് ശേഷമാണ് പലരും കുളിപ്പിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ പൊക്കിൾക്കൊടി പോകുന്നതിന് മുൻപ് തന്നെ കുളിപ്പിച്ച് തുടങ്ങാം. പൊക്കിൾക്കൊടി ചിലപ്പോൾ 3-ാമത്തെ ദിവസം പോകാം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പോകുക. 14 ദിവസത്തിനുള്ളിൽ പൊക്കിൾക്കൊടി ഉണങ്ങി ഡ്രൈ ആയിട്ട് പോകും. പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാറുണ്ട് മരുന്ന് പൊക്കിൾക്കൊടിയിൽ ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ പൗഡറൊക്കെ ഉപയോഗിക്കുന്നു. വളരെ വ്യക്തമായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമ്മളോട് പറയുന്ന ഇതാണ്: പൊക്കിൾക്കൊടിയിൽ ന്യൂബോൺ ബേബീസിന് ഒന്നും ആൻറ്റിസെപ്റ്റിക്, ഈവൻ ഡെലിവറി ടൈമിൽ പോലും ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റെറൈലായിട്ടുള്ള ഒരു സ്വാബ്, കോട്ടൺ സ്വാബ് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മാത്രം മതി, യാതൊരു ഇൻഫെക്ഷനും വരികയില്ല. 24 മണിക്കൂറിന് ശേഷം കുളിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 99% ഭൂരിപക്ഷം കുട്ടികളിലും യാതൊരു അണുബാധയും കുട്ടിക്ക് വരികയില്ല. കുളി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം, അനേകം അസുഖങ്ങൾ വരാതിരിക്കുവാനായിട്ടും. വന്ന അസുഖങ്ങൾ പലപ്പോഴും വീണ്ടും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പനിയൊക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്: എങ്ങനെയാണ് കുട്ടികളെ കുളിപ്പിക്കാറുണ്ടെന്ന് പറയും, പക്ഷേ തല കുളിപ്പിക്കാറില്ല. ഈ തല കുളിപ്പിക്കാത്തതാണ് പല കുട്ടികൾക്കും പലപ്പോഴും വീണ്ടും പനികളൊക്കെ വരുന്നതിൻ്റെ കാരണം, വന്ന രോഗങ്ങൾ മാറാതിരിക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ബേസിക് ന്യൂബോൺ കെയറിലായാലും ഹെൽത്ത് കെയറിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട